ഹലോ ഗൈസ്, വീട്ടിലെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അടുക്കള ജോലി ചെയ്യാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ട് ചില ആൾക്കാരൊക്കെ കാണുമായിരിക്കും അല്ലെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, കാരണം ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല. ഇനി അങ്ങനെ അനുഭവിക്കുന്നവരുണ്ടോന്നും എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു പെണ്ണിനെ അടുക്കള ജോലി ചെയ്യാനും വേറെ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു രണ്ടാണുങ്ങളുള്ള വീട്. പെണ്ണുങ്ങൾക്ക് എന്ന് പറയാനായിട്ട് ഒരു ആഗ്രഹങ്ങളും ഇല്ല, ഒരു ഇഷ്ടങ്ങളും ഇല്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മ മാറാം. എന്തായാലും ഈ ഒരു മൂവി പെണ്ണുങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ, കണ്ടാ നല്ലത്. ആണുങ്ങൾ മസ്റ്റ് ആയിട്ട് കാണാൻ നോക്കാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ അമ്മമാരോ ഭാര്യമാരോ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ചിലപ്പോ ഈ ഒരു സീനിൽ കൂടെ നമുക്ക് മനസ്സിലായാലോ. ഡയറക്റ്റ് നമ്മ അടുക്കളയിൽ പോയി നിന്ന് അവർ കഷ്ടപ്പെടുന്നത് കണ്ടിങ്ങനെ നിൽക്കൂലല്ലോ. ഇങ്ങനെയെങ്കിലും കണ്ട് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഷെയർ ചെയ്ത് തന്നെയാണ് ജോലികൾ എടുക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇപ്പോഴും ഈ സമൂഹത്തിൽ അങ്ങനെ ചില ആൾക്കാരുണ്ടോന്ന് അറിയാലോ നമുക്ക്. എന്തായാലും എല്ലാവർക്കും തുല്യ അവകാശമാണ്. എല്ലാവർക്കും സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. പറ്റൂന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അധികം പറഞ്ഞ് ലെങ്ത് ആക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കം തന്നെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവൾക്ക് ഡാൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളുടെ അംബീഷൻ തന്നെ ഒരു ഡാൻസ് ടീച്ചർ ആകണം എന്നാണ്. ഇപ്പൊ ഹീറോയിനെ പെണ്ണ് കാണാനായിട്ട് ഹീറോയിന്റെ വീട്ടുകാരെല്ലാം വരുന്നുണ്ടായിരുന്നു. അവൾ അവരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് സ്വീകരിക്കുന്നത്. ഹീറോയിന്റെ വീട്ടുകാരും ഹീറോയിന്റെ വീട്ടുകാർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നോക്കി നോക്കി ചെയ്യുന്നുണ്ട്. ചായ കുടിക്കുന്ന സമയത്ത് ഹീറോയിന്റെ അച്ഛൻ ഇത് പശുപാലി ചെയ്തതല്ലേ, പാക്കറ്റ് പാലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവര് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കുമ്പോ ആ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇപ്പൊ പെണ്ണിനും ചെക്കനും ഒറ്റയ്ക്ക് സംസാരിക്കാനായിട്ട് അവരവിടെ നിന്ന് മാറിക്കൊടുക്കുന്നുണ്ട്. ഹീറോയിൻ എന്തെങ്കിലും ചോദിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഹീറോ പറയാണ് അപരിചിതരായ രണ്ടുപേരെ എന്ത് സംസാരിക്കാനാണല്ലേ എന്ന്. ആദ്യം തന്നെ ചോദിക്കുന്നത് നിനക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണോന്നാണ്. അവളും എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാമെന്നാണ് പറയുന്നത്. ഇഷ്ടമാണെന്നല്ല കേട്ടോ. ഹീറോക്കൊന്നും ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും പ്രണയം ഉണ്ടായിരുന്നില്ല അത്രേ. അവന്റെ ഭാര്യക്ക് വേണ്ടി അവന്റെ പ്രണയം കൂട്ടി കൂട്ടി വെച്ചേക്കാണ്. ഇനി അത് മൊത്തമായിട്ട് നിനക്ക് തരാന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിനും അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവന്റെ കല്യാണം അങ്ങനെ കഴിഞ്ഞ് ചെക്കന്റെ വീട്ടിലേക്ക് പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരാണ്. അന്ന് രാത്രി കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടാണ് ഹീറോ റൂമിലേക്ക് വരുന്നത്. എന്തോ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനുണ്ടായിരുന്നു അത്രേ. ഹീറോയിൻ അപ്പോ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടില്ലേ, അത് പൊട്ടിച്ചു നോക്കാന്ന് പറയുമ്പോ അതിൽ വല്ല ക്ലോക്കോ അല്ലെങ്കിൽ കപ്പും സോസറും ഒക്കെ ആയിരിക്കും. അതെന്തിനാ പൊട്ടിക്കാൻ നിൽക്കുന്നത്? അങ്ങനെ ഒന്നും ടൈം കളയണ്ട, ലൈറ്റ് പേടിയില്ലല്ലോ എന്ന് ചോദിച്ചവര് ലൈറ്റ് ഓഫ് ചെയ്ത് അങ്ങനെ അവരുടെ ഫസ്റ്റ് നൈറ്റ് കഴിയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഹീറോയിൻ കിച്ചണിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവളുടെ അമ്മായിയമ്മ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തേങ്ങ ചിരവലും സാമ്പാറിന്റെ കഷ്ണങ്ങൾ അരിയലും. ആ വീട്ടിൽ എല്ലാ ദിവസവും ദോശ തന്നെയാണ്. കാരണം അച്ഛനും മോനിക്കും ദോശ തന്നെ വേണമായിരുന്നു അത്രേ. അച്ഛനക്ക് എരു കൂടുതൽ വേണം, മകൻക്കാണെങ്കിൽ എരു കുറവും പാടുള്ളൂ. അച്ഛനക്ക് ചട്നി വേണം, മകൻക്കാണെങ്കിൽ സാമ്പാർ മതി. അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി നോക്കി അവര് ചെയ്യണം. അവിടെ ഉണ്ടായിരുന്ന മസാലകളെല്ലാം ഈ അമ്മ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണെന്നെല്ലാം പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അമ്മ അവൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചട്നി അച്ഛനാണെങ്കിൽ അമ്മി തന്നെ അരയ്ക്കണം, ചോറ് അടുപ്പിൽ തന്നെ വെക്കണം, ഗ്യാസ് അടുപ്പോ കുക്കറോ ഒന്നും തന്നെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പൊ അപ്പുറത്തെ വീട്ടിലെ മഞ്ജു എന്ന് പറഞ്ഞ ഒരു കുട്ടി പാല് കൊണ്ടുതരാനായിട്ട് വരുന്നുണ്ട്. അവൾ ആ കല്യാണത്തിന്റെ ദിവസം ഹീറോയിനോട് സംസാരിക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചിരുന്നു. അന്ന് ആ തിരക്കൊണ്ട് പറ്റില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അവൾക്ക് ഇപ്പൊ ഗിഫ്റ്റ് ആയിട്ട് പാൽക്കോവ എല്ലാം കൊണ്ടു കൊടുക്കാണ്. സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് തന്നെ മഞ്ജു വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിൻ അങ്ങനെ ചായ ഇട്ടോണ്ടിരിക്കുമ്പോ ഹീറോ പിന്നിലൂടെ വന്ന് ആരുമില്ലാന്ന് ഉറപ്പിച്ചതിന് ശേഷം അവളെ ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അവൾ ആരെങ്കിലും കാണും മാറി നിൽക്കാൻ പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ട്. അവൾ ഇപ്പൊ ചായ അരിച്ചോണ്ടിരിക്കുകയാണ്. ഹീറോയിനോട് നിനക്ക് മുട്ടദോശ ചെയ്യാൻ അറിയോ, ഈ കുരുമുളകൊക്കെ ഇട്ടിട്ടെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അത് അറിയായിരുന്നു. 2 മുട്ടദോശ ഇട്ട് വെക്ക്, ഞാൻ എപ്പോഴേക്കും കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവളും മുട്ടദോശ ഇടാണ്. കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് വിരുന്നിനായിട്ട് കുറച്ച് റിലേറ്റീവ്സിന്റെ വീട്ടിലെല്ലാം പോയിട്ട് അവര് രാത്രിയാണ് വീട്ടിലേക്ക് എത്തുന്നത്. ഹീറോയിൻ നേരെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. തന്റെ അമ്മായിയമ്മയോട് പാത്രങ്ങളെല്ലാം അവിടെ വെച്ചോളാനും ഞാൻ ഡ്രസ്സ് മാറി വന്ന് കഴുകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അമ്മായിയമ്മ എന്തോ നല്ല സ്ത്രീ ആയിരുന്നു കേട്ടോ. അതൊന്നും വേണ്ട പോളെ, ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ, നല്ല ക്ഷീണുണ്ടാവും, പോയി കിടന്നോ, ഞാൻ ഇതെല്ലാം ചെയ്തോളാന്നാണ് പറയുന്നത്. അവൾ അങ്ങനെ ടയേർഡായി കണ്ണാടിയുടെ മുന്നിൽ നിൽക്കാണ്. അമ്മായിയമ്മ ഇപ്പോഴും അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പിന്നിലൂടെ വന്ന് അവളുടെ ഹസ്ബൻഡ് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവളും പറയാണ് വയറ് ഭയങ്കര ഹെവി ആയിട്ടിരിക്കുകയാണ്, ഇപ്പൊ തന്നെയല്ലേ കഴിച്ചിട്ടുള്ളൂ എന്ന്. അതൊക്കെ ഞാൻ മാറ്റി തരാന്നും പറഞ്ഞ് അവൻ ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് അമ്മ പണികളെല്ലാം കഴിഞ്ഞ് അടുക്കളയെല്ലാം അടിച്ച് വൃത്തിയാക്കിയിട്ടതിന് ശേഷം ലൈറ്റ് ഓഫ് ചെയ്ത് റൂമിലേക്ക് പോകുന്നത്. റൂമിൽ വന്ന അമ്മയും അച്ഛന് വെള്ളം എടുത്ത് കയ്യിൽ കൊണ്ടു കൊടുക്കാണ്. അച്ഛനാണെന്ന് വെച്ചാലോ ഫോൺ നോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് 24 മണിക്കൂറിൽ തന്നെ പണി ഫോൺ നോണ്ടിക്കൊണ്ടിരിക്കാന്നുള്ളത്. അമ്മ എന്നിട്ട് പായെടുത്ത് നിലത്ത് വിരിച്ച് കിടക്കാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്മ അച്ഛന്റെ ബ്രഷ് എടുത്ത് അതിൽ പേസ്റ്റ് തേച്ച് അച്ഛന് കൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ് അയാൾ പല്ല് തേക്കുന്നത്. എന്നിട്ട്
എന്നിട്ടാണ് അവൾ അടുക്കളയിലേക്ക് കയറുന്നത്. ഇപ്പൊ അമ്മായിമ്മ മരുമകളും കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഹീറോയും യോഗയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ ചെയ്യുന്നത് പോലെ തന്നെ തിരക്കിട്ട് അച്ഛനും മകനും വേണ്ടിയിട്ടുള്ള ഫുഡെല്ലാം ടേബിളിൽ എത്തിച്ചു കൊടുത്ത് അത് വിളമ്പി കൊടുത്ത് ഇനി എന്തെങ്കിലും വേണമെന്ന് ചോദിച്ച് ഇത്രയും ഡ്യൂട്ടി അവർക്ക് ഉണ്ടായിരുന്നു. ഇവളുടെ ഭർത്താവാണെന്ന് വെച്ചാൽ തീരെ വൃത്തിയില്ലാതെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവനക്ക് തീരെ ടേബിൾ മാനേഴ്സ് ഉണ്ടായിരുന്നില്ല. മുരിങ്ങക്കായ എല്ലാം കടിച്ച് ടേബിളിൽ തന്നെയാണ് തുപ്പിയിട്ടിരിക്കുന്നത്. അച്ഛൻ നിന്ന പാത്രത്തിൽ തന്നെയാണ് അമ്മ കഴിക്കുന്നത്. പക്ഷെ അവൾക്ക് അത് അറപ്പായിരുന്നു. അവൾ വേറെ പാത്രത്തിൽ എടുത്ത് കഴിക്കുകയാണ്. പക്ഷെ ടേബിളെല്ലാം വൃത്തികേടായിട്ടിരിക്കുകയാണ്. അവൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലെങ്കിലും അമ്മ കഴിക്കുന്നതുകൊണ്ട് തന്നെ അവളും കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പുറത്തു പോകാനായിട്ട് നിൽക്കുന്ന അച്ഛന് ചെരുപ്പ് വരെ കൊണ്ടു കൊടുക്കുന്നത് ഈ ഒരു അമ്മയാണ്. ഇപ്പൊ അമ്മയുടെ മകള്, അതായത് ഇവളുടെ നാത്തും വിളിച്ചിട്ട് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. കാരണം അവള് പ്രഗ്നന്റ് ആയിരുന്നു. അമ്മയോട് വേഗം തന്നെ ഇങ്ങോട്ട് വാ, എനിക്ക് പണികളൊന്നും എടുക്കാൻ വയ്യാന്ന് അവള് പറയുന്നുണ്ടെങ്കിലും അമ്മ പറയുന്നത് അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും, അച്ഛന്റെ അവന്റെ കാര്യം നിനക്ക് അറിയാവുന്നതല്ലേന്നാണ്. അത് നോക്കാൻ ഇപ്പോ അവിടെ ഇടത്തിയില്ലേ, അമ്മ ഇങ്ങോട്ട് വാന്ന് അവള് ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്. അമ്മ എത്ര പറഞ്ഞാലും ഇവൾക്ക് മനസ്സിലാവൂല എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. ഇത് കേട്ടോണ്ടിരുന്നിരുന്ന ഹീറോയിൻ ആണെന്ന് വെച്ചാല് അവളുടെ അമ്മായിയമ്മയോട് ഞാൻ കാര്യങ്ങളൊക്കെ നോക്കിക്കോണ, കുഴപ്പമില്ല അമ്മ പോയിട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു അമ്മയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് മകളുടെ അടുത്ത് വിദേശത്തേക്കായിട്ട് പോവാണ്. പോകുമ്പോഴും അമ്മ ഇപ്പൊ മെയിൻ ആയിട്ട് എടുത്തു വെക്കുന്ന സാധനം അവിടെ ചെന്ന വീട്ടുജോലിക്ക് ആവശ്യപ്പെട്ട ഇഡ്ലി ചെമ്പും പത്തിരി കുഴലും ഒക്കെ ആയിരുന്നു. അവിടേക്കും വീട്ടുപണിക്ക് വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. അതുപോലെ തന്നെ മോൾക്ക് വേണ്ടി മാങ്ങാച്ചാറും മുറുക്കും ഒക്കെ അമ്മ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്മ പോയല്ലോ, ഇനി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഹീറോയിനാണ്. അവള് ചായ ഇട്ട് അച്ഛന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അച്ഛൻ എന്നാ പല്ല് തേച്ചിട്ടില്ല എന്ന് പറയാണ്. എന്നാ ശരി അച്ഛൻ പോയി പല്ല് തേച്ചിട്ട് വായോ, ഞാൻ ഈ ചായ ചൂടാക്കി തരാമെന്ന് അവൾ പറയുന്നുണ്ട്. ആ പല്ല് തേക്കാൻ മോളെ ബ്രഷ് എടുത്ത് തരാനായിട്ടാണ് അച്ഛൻ പറയുന്നത്. ഇത് കേട്ടാകെ ഷോക്കായിട്ട് അവൾ അവിടെ നിൽക്കാണ്. ബ്രഷ് താനെ പോയി എടുക്കാന് അയാൾക്ക് കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നാലും എതിർത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ. അയാളാന്ന് വെച്ചാൽ ബ്രഷ് എടുത്തിട്ട് വാ എന്നിങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. അവൾ ഈ കാര്യം തന്റെ ഭർത്താവിനോട് പോയി പറയുന്നുണ്ട്. ഭർത്താവ് ആ സമയം അച്ഛനല്ലേ ബ്രഷ് എല്ലാം എടുത്തു കൊടുത്തേക്ക് എന്നാണ് പറയുന്നത്. അവള് മടിച്ചു നിൽക്കുന്നത് കണ്ട അവനും ശരി നിനക്ക് എടുത്തു കൊടുക്കാൻ മടിയുണ്ടെങ്കിൽ ഞാൻ എടുത്തു കൊടുക്കാം, ഞാൻ എടുത്തു കൊടുക്കണോ എന്നും ചോദിച്ച് അവനെ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ആ അവളാന്ന് വെച്ചാ വേണ്ട കുഴപ്പമില്ല ഞാൻ എടുത്തു കൊടുക്കാന്നും പറഞ്ഞ് ആ ബ്രഷിലെ പേസ്റ്റും തേച്ച് അച്ഛന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അച്ഛൻ അങ്ങനെയാണ് പോയി പല്ല് വെക്കുന്നത്. ഇപ്പൊ കിച്ചണിൽ ചെന്ന് അവള് തേങ്ങ ചിരകാനായിട്ട് നോക്കുന്നുണ്ട്. അവിടെ പഴയ സാധനങ്ങളായോണ്ട് തന്നെ അവൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചിരകാനൊക്കെ. ഭർത്താവ് ഇപ്പോഴും ഭാര്യയെ ഹെൽപ്പ് ചെയ്യണമെന്നൊന്നും ഇല്ലാട്ടോ, അവൻ യോഗ ചെയ്തോണ്ടിരിക്കുക. നേരം വൈകിയോണ്ട് തന്നെ അവള് ചട്നി മിക്സിയിലാണ് അരയ്ക്കുന്നത്. അച്ഛൻ അറിയാലോ അമ്മി തന്നെ അരച്ച് ചട്നി വേണമെന്ന് നിർബന്ധമായിരുന്നു. കഷ്ടപ്പെട്ട് പാവ ഉണ്ടാക്കിയതിന് ശേഷം അത് അച്ഛനും തന്റെ ഭർത്താവിനും കൊണ്ടുപോയി കൊടുക്കുമ്പോ ദോശക്ക് ചൂടില്ല എന്ന് പറഞ്ഞ് ചൂട് ദോശ അവളെ കൊണ്ട് വീണ്ടും ഇടിപ്പിക്കുന്നുണ്ട്. ചട്നി കഴിച്ചു നോക്കിയ അച്ഛനും അത് കഴിച്ചിട്ട് ഇത് അമ്മിയിൽ അരച്ചതല്ലേ മോള് മിക്സിയിലാണ് അരച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അവളും അതേന്ന് പറയുമ്പോ അച്ഛനൊന്ന് മുഖം വീർപ്പിച്ചുകൊണ്ട് ശരി മോള് കഷ്ടപ്പെടണ്ട, മിക്സി തന്നെ അരച്ചാ മതി എന്ന് പറയുന്നുണ്ട്. ഭർത്താവും അച്ഛന്റെ വാക്ക് കേട്ട് തുള്ളാണ്. ആ നീ കഷ്ടപ്പെടണ്ട, മിക്സിയിൽ അരച്ചാ മതിയെന്ന് ഭർത്താവും പറയുന്നുണ്ട്. എന്തോ അവരുടെ ഔദാര്യം പോലെ. ഇപ്പൊ അച്ഛൻ പുറത്തു പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ചെരുപ്പെടുക്കാതെയാണ് ആളിറങ്ങിയത്. അമ്മയാണല്ലോ ചെരുപ്പ് കൊണ്ട് കൊടുക്കാറ്. എന്നാല് അച്ഛൻ അകത്തേക്ക് തന്നെ പോയിട്ട് ചെരുപ്പിട്ടിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ ആൾക്ക് അറിയാം ചെരുപ്പൊക്കെ ഇടാനായിട്ട്. ഹീറോയിൻ ആണെന്ന് വെച്ചാൽ ടേബിളൊക്കെ തുടച്ച് അവള് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കാൻ പോകുമ്പോഴാണ് ഭർത്താവ് അവിടേക്ക് വന്ന് അവളെ അടുത്തേക്ക് വിളിക്കുന്നത്. അവളും വേർപ്പ് നാറ്റുണ്ട് വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവളുടെ നെറ്റിയിലായിട്ട് ഉമ്മ കൊടുത്തിട്ടാണ് ഭർത്താവ് പോകുന്നത്. എന്താ സ്നേഹമുള്ള ഭർത്താവ് അല്ലെ. ആ പാത്രങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അവള് ഭക്ഷണം കഴിച്ചത്. പിന്നീട് ചോറ് വെക്കാനായിട്ട് അമ്മ എല്ലാം അടുപ്പത്താണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇവൾക്ക് അതിനൊന്നും വയ്യ. കാരണം ഇപ്പൊ തന്നെ ഒറ്റയ്ക്കെല്ലാം ചെയ്ത് അവൾക്ക് ആകെ വയ്യാതായിട്ടുണ്ടായിരുന്നു. അമ്മക്ക് വിളിച്ച് കുക്കറിൽ എത്ര ഗ്ലാസ് അരിക്ക് എത്ര ഗ്ലാസ് വെള്ളം വേണം എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഓഫീസിലെ ഭർത്താവ് ചോറ് കൊണ്ടുപോവാതെ ആയിരുന്നു പോയിരുന്നത്. അമ്മ എപ്പോഴും ചോറെല്ലാം കെട്ടിക്കൊടുക്കാറുണ്ടായിരുന്നു. കൂടെ ജോലി ചെയ്യുന്നവര് ഭാര്യ എന്താ ചോറ് കെട്ടിത്തന്നില്ലെന്ന് ചോദിക്കുമ്പോ അവൻ പറയുന്നത് ഫസ്റ്റ് ടൈം അല്ലേ കുഴപ്പമില്ല, അവളെല്ലാം പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ എന്നാണ്. അച്ഛൻ ഇപ്പൊ അവള് ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട്. അച്ഛന് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ചോറ് കുക്കറിലാണ് വെച്ചതെന്ന്. അതുകൊണ്ട് തന്നെ അത് കഴിച്ച അവനും ചോറ് മാത്രം ഒന്ന് അടുപ്പിൽ വെക്ക് എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് അവളോട് പറയുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഭർത്താവും തന്റെ അമ്മ ആ ഫുഡ് ഒന്നും കൊണ്ടുവന്നില്ല, ഞാൻ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചതെന്നും അവൻ കുറ്റം പറയുന്ന പോലെ പറയുന്നുണ്ട്. അച്ഛനും ഇതുപോലെ തന്നെ വിളിച്ചിട്ട് അവളോടൊന്ന് ചോറ് മാത്രം അടുപ്പിൽ വെക്കാൻ പറയാന്ന് അമ്മയോട് പരാതി പറയാണ്. പാവ അവള് 4 മണിക്കത്തെ കടി ഉണ്ടാക്കി വീടും വരെയൊക്കെ തുടച്ചു. ഇപ്പോഴും അതിന്റെ പണി കഴിഞ്ഞിട്ടില്ല. ഭർത്താവ് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. പുറത്തുനിന്ന് ഫുഡ് കഴിച്ചോണ്ട് തന്നെ അവന് വയറിന്റെ സുഖമില്ലാത്രേ. അതുകൊണ്ട് തന്നെ അവളും പറയുന്നുണ്ട് നാളെ മുതൽ ഫുഡ് ഞാൻ ഉണ്ടാക്കി തരാം, രാവിലെ തന്നെ എല്ലാ പണിയും കഴിക്കാന്ന്. ഉച്ചക്ക് വെച്ച ചോറിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അത് തന്നെ രാത്രി കഴിക്കുമെന്ന് ചോദിക്കുമ്പോ അവനെന്തോ ചാണകം തിന്നോന്ന് ചോദിച്ച പോലെ രാത്രി അതൊന്നും കഴിക്കാൻ പറ്റില്ല, ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് അവളോട് പറയുന്നുണ്ട്. അവരതാണ് അത്രേ രാത്രി കഴിക്കാൻ. അങ്ങനെ പാവം രാത്രി നിന്നിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അച്ഛനും മകനും അത് ആസ്വദിച്ച് കഴിച്ച് പാത്രമൊക്കെ കഴുകിയിട്ടാണ് അവള് പോകുന്നത്. വേസ്റ്റ് എല്ലാം വാരി അവളുടെ കൈക്കെല്ലാം വലിയ സ്മെല്ല് ഉണ്ടായിരുന്നു.
അത് അവൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നേ ഉണ്ടായിരുന്നില്ല. റൂമിലെത്തിയ അവളോടാന്ന് വെച്ചാൽ ഇപ്പൊ ഭർത്താവ് ലൈറ്റ് ഓഫ് ചെയ്യട്ടെ ചോദിക്കുകയാണ്. അവൾക്ക് എതിർത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. വേണ്ട വെറുക്കനെ അവളും അതിന് സമ്മതിക്കാണ്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് അവള് വീണ്ടും അടുക്കളയിലേക്ക് കയറുന്നുണ്ട്. വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. പേസ്റ്റ് എല്ലാം കൊണ്ടുപോയി കൊട്ടിക്കളയുന്നുണ്ട്. ഈ സമയത്ത് മഞ്ചോടേക്ക് വന്നിട്ട് അവൾക്ക് മാങ്ങയെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് വേണ്ടി ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സിങ്ക് ലീക്ക് ആവുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. അവളുടെ ഭർത്താവിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ കേട്ട ഭാവം പോലും വെക്കുന്നില്ല. അവൾ ആ ഒരു അടുക്കളയിൽ പോയ ആ ഒരു വേസ്റ്റ് വെള്ളത്തിൽ ചാക്കിടുന്നുണ്ട്. പോരാത്തിന് ആ ഒരു ലീക്കുള്ള സ്ഥലത്ത് ഒരു ചെറിയ ബക്കറ്റും കൊണ്ടുപോയി വെക്കുന്നുണ്ട് ആ വെള്ളം പിടിക്കാനായിട്ട്. ഇപ്പൊ തന്റെ ഭർത്താവിന് വേണ്ടിയിട്ടുള്ള ഫുഡെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തയക്കുന്നുണ്ട്. പോകുന്ന നേരം ഭർത്താവിനോട് ഇതുപോലെ പൈപ്പ് ലീക്ക് ആവുന്നുണ്ട്, പ്ലംബറിനോടൊന്ന് പറയും ശരിയാക്കാൻ വരാൻ പറയുന്നെല്ലാം പറയുന്നുണ്ട്. ഇപ്പൊ ഹീറോയിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള അനിത അവളെ വിളിച്ചിട്ട് ഞായറാഴ്ച അവളുടെ എന്തോ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, അതിന് വരാനായിട്ട് പറഞ്ഞ് ക്ഷണിക്കുന്നുണ്ട്. അവളും വരാമെന്ന് പറയാണ്. ഇപ്പൊ ഈ സമയത്ത് അവള് വീട്ടിലെ അടിയും തൊടയൊക്കെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. തുണികളെല്ലാം വാഷിംഗ് മെഷീനിലിട്ട് കഴുകാമെന്ന് വിചാരിച്ചാല് അച്ഛൻ അവിടേക്ക് വന്നിട്ട് മോളെ എന്റെ തുണികളെങ്കിലും അലക്കല്ലിലിട്ട് കഴുകുക, അതിലിട്ട നശിച്ചു പോവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ ഒരു അച്ഛന്റെ അണ്ടർവെയർ പോലും അവൾ അലക്കല്ലിൽ ഇപ്പോ കഴുകിയിടുന്നുണ്ട്, അതും ദേഷ്യത്തോടുകൂടി. വൈകിട്ട് തിരിച്ചു വന്ന ഭർത്താവിനോട് പ്ലംബറിന്റെ കാര്യം ചോദിക്കുമ്പോ അവൻക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല. ശരി കുഴപ്പമില്ല, നാളെ ഞാൻ എന്തായാലും മറക്കാതെ പറയാന്ന് അവളോട് പറയുന്നുണ്ട്. അവളുടെ മുഖം വല്ലാതെ വാടുന്നുണ്ട്. കാരണം അടുക്കളയിൽ ഇതുകൊണ്ട് തന്നെ വല്ലാതെ സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു. ഭർത്താവ് കഴിച്ച ടിഫിൻ ബോക്സ് അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അവൾ അത് കഴുകാൻ നേരത്ത് വേസ്റ്റ് എല്ലാം ആയിട്ട് അളിഞ്ഞു പൊളിഞ്ഞ ചോറായിട്ട് അവൾക്ക് അറയ്ക്കുന്ന രീതിയിലാണ് ആ ഒരു പാത്രം ഉണ്ടായിരുന്നത്. അവൾ അറപ്പോടുകൂടി തന്നെയാണ് അത് കഴുകുന്നതും. സ്വന്തം പാത്രം പോലും അവൻ കഴുകിയിരുന്നില്ല. ഇപ്പൊ അടുക്കളത്തെ പണിയെല്ലാം കഴിഞ്ഞ് അവള് പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് ആ സിങ്കിലെ വെള്ളം പോകുന്നത് അവള് ശ്രദ്ധിക്കുന്നത്. അതെടുത്ത് കൊണ്ടുപോയി കളഞ്ഞ് ചാക്ക് മാറ്റിയിട്ട് അങ്ങനെ ഒരു പണിയും കൂടി അവൾക്ക് എക്സ്ട്രാ കിട്ടിയിരിക്കുകയാണ്. പണിയൊക്കെ കഴിഞ്ഞ് തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോയ അവളും ഞായറാഴ്ച ഇന്ന പോലെ കൂട്ടുകാരുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് അവിടേക്ക് പോകാനായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിലും അവനാകെ ഞായറാഴ്ച മാത്രമേ എനിക്ക് ഒഴിവുള്ളൂ, അന്നെങ്ങനെ പോവാനാ, അന്ന് എനിക്ക് നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണ്ടേ എന്നാണ് അവളോട് പറയുന്നത്. അവളും അതിന് ഒക്കെ പറയുന്നുണ്ട്. ഇനി എപ്പോഴെങ്കിലും വരുന്ന പ്രോഗ്രാമിന് പോകാമെന്നാണ് അവൻ പറയുന്നത്. അന്ന് രാത്രിയും അവൻ ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് അവള് കോഫി ഇട്ട് കൊടുക്കാണ്. കുളിച്ചിട്ടായിരുന്നു അവള് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭർത്താവ് എന്തോ പറ്റിന്ന് കുളിച്ചിട്ടൊക്കെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അവളും പീരീഡ്സ് ആയെന്നും പാഡ് വേണമെന്നും പറയുന്നുണ്ട്. ഇത് കേട്ട അവൻ എന്തോ ഭയങ്കര അർപ്പോടുകൂടി അവിടെ നിന്ന് എണീറ്റ് ആ ഒരു കോഫി താഴെ വെച്ച് ഇങ്ങനത്തെ സമയത്തൊന്നും അടുക്കളയിൽ കയറാൻ പാടില്ല എന്നറിയില്ലേ, ഓ ഭാഗ്യം ഞാൻ ആ ഒരു കോഫി കുടിച്ചില്ല, അങ്ങോട്ട് മാറി നിൽക്കുന്ന ഒരു അറപ്പോടുകൂടി പറയാണ്. അവൾ അപ്പോഴും പാഡ് എന്ന് പറയുന്നുണ്ട്. ആ ശരി എന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി അവൾക്ക് വേണ്ടി പാഡ് വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. അവളോട് ഇനി അച്ഛന് ചായ കൊടുക്കണ്ടാന്നും ഒന്നിലും തൊടരുതെന്നെല്ലാം പറയാണ്. ഇപ്പൊ അവിടുത്തെ ജോലി ചെയ്യാനായിട്ട് ഒരു ചേച്ചിയെ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മക്കും ഇതുപോലെ പീരീഡ്സ് ആവുന്ന സമയത്ത് ഈ ഒരു ചേച്ചി തന്നെയായിരുന്നു അവിടെ ജോലി ചെയ്യാനായിട്ട് വരാറുള്ളത്. ആ ചേച്ചി അടിച്ചു വാരുന്ന സമയത്ത് അവള് ചൂല് വാങ്ങുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് പണികളൊന്നും ചെയ്യണ്ടെന്ന് പറയുമ്പോ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ, ഇന്നത്തെ കാലത്ത് എന്തിനാ ഇങ്ങനെയൊക്കെ നോക്കുന്നതെന്ന് ചോദിച്ച് അവൾ ആ ഒരു ചൂല് വാങ്ങാണ്. അപ്പോഴാണ് ആ ഒരു വേലക്കാരി ചേച്ചി ഒരു കാര്യം പറയുന്നത്. ഇവൾക്ക് പീരീഡ്സ് ആവുന്ന ടൈമിലും ഇവള് ജോലിക്കൊക്കെ പോവാറുണ്ട് അത്രേ. കാരണം ജോലിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ചോറ് തിന്നാൻ പറ്റൂല, അതുകൊണ്ട് ആരും അറിയാതെ അവൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് ഇവളോട് തുറന്നു പറയാണ്. അവര് രണ്ടുപേരും കൂടി അങ്ങനെ എൻജോയ് ചെയ്ത് പണികളെല്ലാം ചെയ്യുന്നുണ്ട്. ആ വേലക്കാരിയാണെങ്കിൽ ഇപ്പോ ചോറ് ഉണ്ടാക്കുന്നതും കറി വെക്കുന്നതും എല്ലാം. അവൾക്ക് വേണ്ട ചോറ് പോലും അവൾ അടുക്കളയിൽ വന്ന് എടുത്തു കഴിക്കാനായിട്ട് പാടില്ലായിരുന്നു. വെള്ളം പോലും എടുത്തു കുടിക്കാനായിട്ട് പാടില്ല. അതെല്ലാം ഒരു ചേച്ചിയാണ് കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെ ഒരാഴ്ച കഴിയുന്നുണ്ട്. അവളിപ്പോ സ്ഥിരമായിട്ട് വീണ്ടും അടുക്കളയിലേക്ക് കയറാണ്. അവളുടെ ആ ഒരു സ്ഥിരം ഡ്യൂട്ടി തുടങ്ങാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ അടുക്കളയിൽ ചെലവഴിക്കുകയാണ്. അവൾക്ക് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ സിങ്കിൽ നിന്ന് പോകുന്ന വെള്ളത്തിന്റെ ആ ഒരു മണായിരുന്നു. അത് അവളുടെ കയ്യിൽ നിന്നൊന്നും പോകാത്ത പോലെ അവൾക്ക് തോന്നാണ്. ആ ഒരു ബക്കറ്റിലെ വെള്ളം എടുത്ത് കളയുമ്പോ അവൾ കൈ കഴുകുമായിരുന്നു. ഇപ്പൊ അച്ഛനും മകനും ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നതിന്റെ ഇടയിൽ അവള് ചോദിക്കുന്നുണ്ട് അവൾക്ക് ഒരു ജോബിന് പോകണമെന്നുണ്ട്, അതിന് അപ്ലൈ ചെയ്തോട്ടെ എന്ന്. ഭർത്താവ് ഒക്കെ സമ്മതിക്കുന്നുണ്ട്. അച്ഛനപ്പോ എന്ത് ജോലിയാണെന്നാണ് ചോദിക്കുന്നത്. ടീച്ചറായിട്ടാണ്, ഡാൻസ് ടീച്ചറാണെന്ന് പറയുമ്പോ അതൊന്നും നമ്മളുടെ കുടുംബത്തിന് പറ്റിയതല്ല, നീ പോകണ്ട എന്നാണ് പറയുന്നത്. അത് കേട്ട് ഭർത്താവും ശരിയാ ഇപ്പൊ എന്നാ അതൊന്നും ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട്. അച്ഛൻ അങ്ങനെ എണീറ്റ് പോവാണ്. അവളുടെ മുഖം ആകെ വാടിയിരിക്കുകയാണ്. ഇത് കണ്ട ഭർത്താവ് എന്നോട് ഇപ്പൊ അപ്ലൈ ചെയ്യണ്ടെന്നേ പറഞ്ഞുള്ളൂ, നമുക്കത് പതുക്കെ നോക്കാം, ഇപ്പൊ നീ എന്തായാലും അപ്ലൈ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പോവാണ്. അവളുടെ അമ്മായിയമ്മയോട് ഇക്കാര്യം വിളിച്ചു പറയുമ്പോ അമ്മായിയമ്മ ഇപ്പൊ ജോലി കിട്ടിയിട്ടൊന്നുമില്ലല്ലോ, നീ എന്തായാലും അത് അപ്ലൈ ചെയ്തിടാനായിട്ട് അവൾക്കൊരു സപ്പോർട്ട് കൊടുക്കാണ്. എന്നാല് ലാസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഞാനിത് പറഞ്ഞെന്ന് ആരോടും പറയണ്ടാന്ന്. അവൾ അതിന് സമ്മതിക്കാണ്. ഒരു ദിവസം ഭർത്താവും അവളും കൂടി പുറത്തു പോയാണ് ഫുഡ് കഴിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല, ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നതാണെന്നാണ് അവൻ പറയുന്നത്. അവൻ വേസ്റ്റ് എല്ലാം കൃത്യമായിട്ട് വേസ്റ്റ് പ്ലേറ്റിൽ ഇടുന്നത് കണ്ടിട്ട് അവള് ചോദിക്കുന്നുണ്ട്, അല്ല അപ്പൊ ടേബിൾ മാനേഴ്സ് ഒക്കെ അറിയാലേ, വീട്ടിൽ മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. അതെന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ മാനേഴ്സിന് എന്താ കുഴപ്പം, അതെന്റെ സ്വന്തം വീടാ, എനിക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. നിന്റെ മനസ്സിലൊരു പതാണല്ലേ എന്നും പറഞ്ഞവൻ ദേഷ്യത്തോട്
ദേഷ്യത്തോടുകൂടി എണീറ്റ് പോകുന്നുണ്ട്. അവൾക്ക് അപ്പൊ അവിടെ എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലാവുന്നില്ല. കാരണം അവൾ അതൊരു തമാശ രൂപത്തിൽ പറഞ്ഞതായിരുന്നു. ഇപ്പൊ രാത്രി എന്തോ കാര്യം വന്ന് അവളെ ഭർത്താവിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും മിണ്ടുന്നില്ല. അവൻ പിണങ്ങിയിരിക്കുകയാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി ചോദിക്കണം, സോറി ചോദിക്കാതെ ഞാൻ ആരോടും മിണ്ടില്ല എന്നാണ് അവൻ പറയുന്നത്. നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് സോറി ചോദിക്കാനായിട്ട് അവൻ പറയുന്നുണ്ട്. അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. താനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് പോലും അവൾ അവനോട് സോറി ചോദിക്കുകയാണ്. അപ്പോഴാണ് അവൻ മിണ്ടുന്നത് പോലും. മാനേഴ്സ് മാഡം ലേറ്റ് ഓഫ് ചെയ്യട്ടെ എന്ന് അവൻ കൊഞ്ചിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അവൾക്ക് എന്നാൽ ഇതിൽ ഒട്ടും തന്നെ താല്പര്യം തോന്നുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഭർത്താവിനെ എതിർത്ത് പറയാതെ അവൾ അതിനെ സമ്മതിക്കാണ്. പിറ്റേ ദിവസവും അവളെ ഭർത്താവിനോട് വന്നിട്ട് ആ ഒരു സിങ്കിന്റെ കാര്യം പറയുന്നുണ്ട്. അതിന് നല്ല ലീക്കേജ് ഉണ്ട്, അതൊന്ന് ശരിയാക്ക്, വേസ്റ്റ് വെള്ളം പൊക്കൊണ്ടിരിക്കാന്ന് പറയുമ്പോ ഓ മാഡത്തിന് വേസ്റ്റ് എന്ന് പറഞ്ഞാലേ പറ്റൂലല്ലോ എന്ന് ചോദിച്ച് അവൻ കളിയാക്കിക്കൊണ്ട് പോവാണ്. ഇതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. ഇപ്പൊ അവൾ അമ്മായിമ്മ പറഞ്ഞുകൊണ്ട് തന്നെ ജോബിന് അപ്ലൈ ചെയ്യാണ്. അവരുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വരുന്നുണ്ട്. അവനക്ക് ചായ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവന് ആ ഒരു ചായക്ക് വരെ കുറ്റം പറയാണ്. ഇഞ്ചിയും ഏലക്കായ ഇട്ട് കൊണ്ടുവരാൻ പറഞ്ഞ അവളെ വീണ്ടും അയക്കുന്നുണ്ട്. അന്നത്തെ കുക്കിങ് ആണുങ്ങൾ ചെയ്യാന്നും പറഞ്ഞ ആ ഒരാള് അടുക്കളയിലേക്ക് കയറി അടുക്കള ഒക്കെ കൊളാക്കിയിട്ടേക്കാണ്. ഇപ്പൊ അവളുടെ പണി ഇരട്ടി ആയേക്കാണ്. കാരണം അത്രയും കൊളായാണ് അടുക്കള കിടക്കുന്നത്. പോരാത്തതിന് മിനിറ്റിന് വീണ്ടും ചായ ചോദിക്കുന്നുണ്ട്. ഇരുന്ന് ചീട്ട് കളിക്കാനായിട്ട് അവളോട് അയാൾ പറയുന്നുണ്ടെങ്കിലും ഇല്ല അടുക്കളയിൽ കുറച്ച് പണിയുണ്ടെന്ന് പറയുമ്പോ പണികളൊക്കെ ഞങ്ങളല്ല എനിക്ക് ചെയ്തത്, നിങ്ങൾക്ക് പിന്നെ എന്താ പണി? എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെ ഓരോ നോണ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാന്ന് ഉച്ചഭാവത്തിലാണ് അയാൾ പറയുന്നത്. എല്ലാം കൂടി അവളുടെ തലക്കാക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അച്ഛൻ പുറത്തുപോയി വരുന്ന സമയത്ത് അയാളുടെ കയ്യിൽ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. അത് വായിച്ചു നോക്കുമ്പോഴാണ് അവളുടെ ജോബ് ഓഫറിന്റെ ലെറ്റർ ആണ് അതെന്ന് അവനക്ക് മനസ്സിലാവുന്നത്. അവളെ കൊണ്ട് തന്നെയാണ് അത് വായിപ്പിക്കുന്നത്. അവളും ജോബ് ഓഫറിന്റെ ലെറ്റർ ആന്ന് പറയുമ്പോ മോളോടല്ല ഞാൻ പറഞ്ഞത് ജോലിക്കൊന്നും പോകണ്ടാന്ന്, അതൊന്നും നമ്മളുടെ കുടുംബത്തിന് പറ്റിയതല്ല. നിന്റെ അമ്മയില്ലേ അമ്മായി അമ്മ, അവൾക്ക് 2 അമ്മയുണ്ട്. എന്നിട്ട് അവള് വീട്ടില് നമ്മൾ നോക്കിയല്ലേ നിൽക്കുന്നത്. മക്കളൊക്കെ നന്നായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കണം എന്ന് അച്ഛൻ അവളെ ഉപദേശിക്കുകയാണ്. ഇപ്പൊ തുണികളെല്ലാം മടക്കിക്കൊണ്ടിരിക്കുന്ന അവളുടെ അടുത്തേക്ക് ഭർത്താവ് വന്ന് അവൾ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. നിന്നോടല്ല ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടെന്ന് പറഞ്ഞത്, എന്നിട്ട് നീ എന്റെ വാക്ക് ധിക്കരിച്ച് എന്തിനാണ് അത് ചെയ്തത്? നീ അച്ഛനെ അപമാനിക്കല്ലേ ഈ ചെയ്തതെന്നെല്ലാം പറഞ്ഞ് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രല്ല ഇവനെന്തോ കല്യാണത്തിന് മുന്നേ തന്നെ ഇവളുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ ജോലിക്കൊന്നും വിടില്ലാന്ന്. പക്ഷെ അത് അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതും പറഞ്ഞ ദേഷ്യത്തോടുകൂടിയാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അവളുടെ ലൈഫ് വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. വീട്ടുപണി എന്നും പറഞ്ഞിട്ട് ആ ഒരു വേസ്റ്റ് വെള്ളത്തിന്റെ കാര്യം ഇപ്പോഴും ഭർത്താവ് ശരിയാക്കി കൊടുത്തിട്ടില്ല. ദിവസേന ആ ഒരു ചാക്ക് മാറ്റലും വെള്ളം മാറ്റലും അവളുടെ ആ ഒരു റൂട്ടീനിലെ ഒരു ഭാഗമായിട്ട് മാറാണ്. അവൾ അവിടെ കിടന്ന് ഡാൻസ് വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ഭർത്താവ് അടുത്തേക്ക് വന്നിട്ട് അവൻ ശബരിമലയ്ക്ക് പോകാനുള്ള വ്രതം എടുക്കാനായിട്ട് തുടങ്ങാണ്. അതുകൊണ്ട് നാളെ മുതൽ അവർക്ക് ഒന്നായിട്ട് ഇരിക്കാൻ പറ്റില്ല, ലേറ്റ് ഓഫ് ചെയ്യട്ടെ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി ആയിട്ട് അവൾ പറയാണ് ആ ടൈമിൽ എനിക്ക് നല്ല പെയിൻ ഉണ്ട്, അതുകൊണ്ട് ഫോർ പ്ലേ പോലെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്ന് പറയുമ്പോ തന്നെ അവന് ഓ അപ്പൊ അതൊക്കെ നിനക്ക് അറിയാലേ, ഇതൊക്കെ എവിടെന്നാ നീ പഠിച്ചേ? ഫോർ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്നെ കാണുമ്പോ അത് തോന്നണ്ടേ? എനിക്ക് നിന്റെ മുഖത്ത് നോക്കുമ്പോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്ത് അവൻ തിരിഞ്ഞു കിടക്കുന്നുണ്ട്. അവൾക്ക് നല്ല സങ്കടം തോന്നുന്നുണ്ട്. അവൾ നന്നായി തന്നെ കരയുന്നുണ്ട്. അങ്ങനെ അച്ഛനും മകനും ശബരിമലയ്ക്ക് പോകാനുള്ള മാല ഇടുന്നുണ്ട്. ഒരു ദിവസം ചോറ് വിളമ്പി കൊടുക്കുന്നതിന്റെ ഇടയിൽ ആ സാമ്പാർ തലേ ദിവസത്തതാണെന്ന് ഭർത്താവിന് മനസ്സിലാവുന്നുണ്ട്. സ്വാമികൾക്ക് പഴയതൊന്നും തരാൻ പാടില്ല എന്ന് നിനക്ക് അറിയില്ലെന്ന് ചോദിച്ച് അവളോട് ദേഷ്യപ്പെട്ട് അവര് രണ്ടുപേരും എഴുന്നേറ്റ് പോകാണ്. ഒരു ദിവസം അടുക്കള അടിച്ചു വാരുന്നതിന്റെ ഇടയിൽ അവളുടെ കാലിൽ കുപ്പിച്ചില് കയറുന്നുണ്ട്. അന്ന് തന്നെ അവൾക്ക് പീരീഡ്സ് ആവുന്നുണ്ട്. ഇപ്പൊ സ്വാമിമാരുള്ള വീട്ടില് പീരീഡ്സ് ആയ പെണ്ണുങ്ങളിൽ നിന്നാല് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭർത്താവിന്റെ അച്ഛന്റെ അനിയത്തി അവിടേക്ക് വരുന്നുണ്ട് പാചകങ്ങളും ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവളെ കുറിച്ച് എന്തോ ഒരു കുറ്റങ്ങളൊക്കെ ഈ ഒരു അച്ഛൻ ആ ഒരു പെണ്ണൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് അവള് വരുന്നത്. ഈ പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇതൊന്നും പഠിപ്പിച്ച് വിട്ടില്ലേന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ കട്ടിലിൽ ഇരിക്കുന്ന ഹീറോയിനോട് ആ ഒരു സ്ത്രീ വന്നിട്ട് താഴെ ഇരിക്കും, ഇങ്ങനെ മുകളിൽ ഇരിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ആ വീട്ടിലെ ജോലികളെല്ലാം കൃത്യമായിട്ട് തന്നെ ആ ഒരു പെണ്ണ് ചെയ്യാണ്. അച്ഛൻ ആ സമയം കുറെ നാളുകൾക്ക് ശേഷം ഭയങ്കര രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചു എന്നെല്ലാം പറയാണ്. ഒരു കാരണവശാലും ഇവിടെ നിന്ന് പുറത്തേക്ക് വരരുതെന്നും സ്വാമിമാരുടെ മുന്നിൽ പോയി പെടരുതെന്നും ആ ഒരു സ്ത്രീ ഹീറോയിനെ ഉപദേശിക്കുന്നുണ്ട്. അമ്മക്ക് വിളിച്ച് അവൾ ഇതെല്ലാം പരാതിയായിട്ട് പറയുന്നുണ്ടെങ്കിലും അമ്മ പറയുന്നത് അവർ വലിയ തറവാട്ടുകാരാണ്, നീ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതൊന്നും വലിയ കാര്യമാക്കണ്ടെന്നാണ്. പാഡ് കത്തിച്ച് കളയണമെന്നും എല്ലാ തുണികളും ഒന്നിച്ചിട്ട് കഴുകരുതെന്നെല്ലാം പറഞ്ഞ് ഹീറോയിനെ ആ ഒരു സ്ത്രീ ഉപദേശിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അവൾക്ക് ജലദോഷം പിടിച്ചുകൊണ്ട് തന്നെ തുളസി എടുത്ത് അവൾ മണപ്പിക്കുന്നത് കണ്ട അച്ഛനും ഇങ്ങനത്തെ സമയത്തൊന്നും തുളസി മണപ്പിക്കരുതെന്ന് നിന്റെ വീട്ടിൽ നിന്ന് ആരും പഠിപ്പിച്ചു തന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഗോമൂത്രം കൊണ്ട് ആ ഒരു തുളസി ശുദ്ധിയാക്കാണെന്നുള്ള രീതിയിൽ അവിടെ എല്ലാം തെളിക്കാണ്. ഈ ഒരു സ്ത്രീ അടുക്കള ജോലിയായിട്ട് മുന്നോട്ട് പോവാണ്. ഭർത്താവ് യോഗ കാര്യങ്ങളായിട്ട് അങ്ങനെ മുന്നോട്ട് പോവാണ്. ഇപ്പൊ അവരുടെ വീട്ടിൽ അടിച്ചു വരാനൊക്കെ വരുന്ന ആ ഒരു സ്ത്രീ വന്നിട്ട് അവളോട് 500 രൂപ കടം ചോദിക്കുന്നുണ്ട്. വീട്ടിലെ സാധനങ്ങളൊന്നും ഞാൻ തൊടാൻ പാടില്ല, അതുകൊണ്ട് 500 രൂപ പേഴ്സിലുണ്ട്, അത് എടുത്തോളാനായിട്ട് അവളും പറയാണ്. ഹീറോയിൻ അവളുടെ ഇന്നേഴ്സ് കഴുകിയിട്ടിരിക്കുന്നത് കണ്ട ആ സ്ത്രീ
അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ആൾക്കാർ കാണുന്നിടത്താണോ ഇതെല്ലാം കഴുകിയിടാ, അതെല്ലാം വേറെ എവിടെയെങ്കിലും മാറ്റി കഴുകിയിടുന്ന് പറഞ്ഞ് അവളെ ചീത്ത പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോഴും ചോദിക്കുന്നത് വീട്ടിൽ നിന്ന് ഇതൊന്നും പഠിപ്പിച്ച് തന്നില്ലേന്നാണ്. ഇപ്പൊ ആ ഒരു പാല് കൊണ്ടുവരുന്ന മഞ്ജു ഉണ്ടല്ലോ, അവള് ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് അടുക്കളയിലേക്ക് പാലും കൊണ്ട് കയറി വരുന്നുണ്ട്. ചേച്ചിക്ക് കൊടുക്കാനായിട്ട് അവൾ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവള് ഇതുപോലെ തന്നെ മാല ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അവളോട് എത്ര തവണ ഇങ്ങോട്ട് വരല്ലേ, എന്നെ കാണാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവള് പറയുന്നത് സ്വാമിക്ക് എന്താ അങ്ങനെ ഇന്നയാളെ കാണാൻ പാടില്ല ഇന്നയാളെ കാണാൻ പാടുണ്ടെന്ന് ഒന്നുമില്ലല്ലോ, എല്ലാരും സ്വാമിക്ക് ഒരുപോലെ അല്ലേന്ന് ചോദിച്ച് ഹീറോയിന് ആ ഒരു കൊച്ചുകുട്ടി പേരക്കെല്ലാം കൊടുത്തിട്ട് പോകുന്നുണ്ട്. നിന്റെ സ്വഭാവം ആർക്ക് വേണ്ടി നീ മാറ്റല്ലേന്ന് അവളോട് ഹീറോയിൻ ഉപദേശിക്കുകയാണ്. ഒരു ദിവസം ഹീറോയിൻ കുളിച്ചു വരുന്ന സമയത്ത് ഭർത്താവ് വണ്ടിയിൽ എതിർവശത്തായിട്ട് വരുന്നുണ്ട്. അവൻ കാണാതെ മാറി നിൽക്കാണ്. പോകുന്ന വഴിക്ക് അവനൊന്ന് വീഴുമ്പോ ഇവൾ ഓടിച്ചെന്ന് അവനെ പിടിക്കുന്നുണ്ട്. എന്നാൽ സ്വാമിയെ ഈ സമയത്ത് തൊടാൻ പാടുണ്ടോന്ന് ചോദിച്ച് അവൾ ആട്ടി വിടാണ് അവൻ ചെയ്തത്. ഇതിന്റെ പരിഹാരമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വേറൊരു സ്വാമിയോട് ഇവൻ ചോദിക്കുന്ന സമയം പച്ച ചാണകം വിഴുങ്ങാനും ഗോമൂത്രം കുടിക്കാനും ഒക്കെയാണ് പറയുന്നത്. അതിലൊന്നും ഒരു അശുദ്ധി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ശബരിമലയ്ക്ക് പെണ്ണുങ്ങൾക്ക് കയറാന്നുള്ള രീതിയിൽ ഒരു പെണ്ണ് ഇന്റർവ്യൂ ചെയ്യുന്നതല്ല ഹീറോയിൻ ഫോണിലും ആ ഒരു അച്ഛൻ ടിവിയിലെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇവളുടെ 7 ദിവസം കഴിയാനായതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ശബരിമലയ്ക്ക് പെണ്ണുങ്ങൾക്കും കയറാന്ന് വാദിച്ച ആ ഒരു സ്ത്രീയുടെ വീട്ടിൽ വന്ന് കുറെ ആണുങ്ങൾ അവളുടെ വണ്ടിയെല്ലാം കത്തിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പെണ്ണിന്റെ പോസ്റ്റ് ഹീറോയിൻ എന്തോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡിലീറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് കുറെ സ്വാമിമാരും അമ്പലത്തിലെ കമ്മിറ്റിക്കാരും ഒക്കെ വരുന്നുണ്ട്. അതെന്തോ അവരുടെ സമുദായത്തിന് തന്നെ നാണക്കേടായ കാര്യമാണത്രേ. നമ്മളുടെ തലവാട്ടുകാർ തന്നെ അത് ചെയ്യാൻ പാടില്ലല്ലോ എന്നാണ് അവര് ചോദിക്കുന്നത്. ഇപ്പൊ ഹീറോ അവളുടെ അടുത്ത് വന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട്. എന്നാ ഒരു പെണ്ണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടത് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അകത്ത് വന്ന് മുഖത്ത് നോക്കി സംസാരിക്കാൻ പറഞ്ഞ് അവള് കഥ കടച്ച് അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ലൈഫിൽ ആദ്യമായിട്ട് അവനക്ക് ആകെ പ്രാന്താവുന്നുണ്ട്. അന്ന് കുളിച്ചു കഴിഞ്ഞതിന് ശേഷം അവൾ അടുക്കളയിൽ വന്ന് ഒരു ജോലിയും ചെയ്യാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഹീറോ ഇപ്പോ 2 ചായ ചോദിക്കുന്നുണ്ട്. ആദ്യം അവൾ കേട്ടിട്ടും തരാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അവിടെ നിന്ന് അനങ്ങുന്നില്ല. ഇപ്പൊ ഹീറോ അടുക്കളയിലേക്ക് വന്നിട്ട് 2 ചായ ഇപ്പെങ്ങാനും കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അവളും ഇപ്പൊ തരാന്ന് പറഞ്ഞ ആ ഒരു വേസ്റ്റ് വെള്ളത്തിൽ നിന്ന് കപ്പിൽ 2 ചായ പോലെ എടുത്തു കൊണ്ടുപോയി ടേബിളിൽ വെക്കാണ്. എന്നിട്ട് അവള് അടുത്ത റിയാക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഹീറോയും അവന്റെ അച്ഛനും ദേഷ്യത്തോടുകൂടി അവളെ വഴക്ക് പറയാനായിട്ടോ തല്ലാനായിട്ടോ മാല ഊരിയിട്ട് വരുന്നുണ്ട്. ദേഷ്യം വന്ന അവളും ആ ഒരു വേസ്റ്റ് വെള്ളം എടുത്ത് അവരുടെ മുഖത്തേക്കായിട്ട് ഒഴിക്കുന്നുണ്ട്. 2 പേരുടെ മുഖത്തേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് അവൾ അവളുടെ ബാഗ് കൊടുത്ത് വാതിലും പൂട്ടി അവിടെ നിന്ന് പോകാണ്. അത് നടന്ന് അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. തിരിച്ചു വന്നപ്പോ അമ്മ ഞാൻ നിന്നെ തിരിച്ച് അവിടെ കൊണ്ടുവന്നാക്കി തരാന്നു, അവരോടൊന്ന് മാപ്പ് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, നീ അതൊക്കെ സഹിച്ചു നിൽക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ അവള് ജന്മമുണ്ടെങ്കിൽ ഇനി അത് സഹിച്ചു നിൽക്കില്ലാന്നും എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് തന്നെ തറപ്പിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ അവളുടെ അനിയൻ എവിടെക്കോ പോയി തിരിച്ചു വരാണ്. വെള്ളം വേണമെന്ന് അമ്മയോട് പറയുമ്പോ അമ്മ അനിയത്തിയോട് പോയി വെള്ളം എടുത്തു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ദേഷ്യപ്പെട്ട അവൾ ഒരു ഗ്ലാസ് എടുത്ത് വലിച്ചെറിഞ്ഞ് നിനക്കെന്താ ഒരു വെള്ളം എടുത്ത് കുടിക്കാൻ പോലും ആവുന്നില്ലേടാന്ന് ചോദിച്ച് ചീത്ത പറയാണ്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കാണിക്കുന്നത് ഹീറോയിൻ ഇപ്പൊ ഒരു കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. ഹീറോ ആണെന്ന് വെച്ചാല് വേറൊരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയിനോട് എന്തൊക്കെ വാഗ്ദാനങ്ങളാണോ അവൻ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇപ്പൊ 2ാമത് കെട്ടിയ പെണ്ണിനോട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുട്ടദോശ ഇടാൻ അറിയോ, എന്നാൽ 2 ദോശ ഇട്, ഞാൻ കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് സെയിം പല്ലവി അവൻ ആവർത്തിക്കുകയാണ്. ഹീറോയിൻ ആണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വലിയ ഡാൻസ് ടീച്ചറായി മാറിയിട്ടുണ്ടായിരുന്നു. അവളുടെ ആ ഒരു അംബിഷൻ അവൾ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൂവിയിൽ നിങ്ങൾക്ക് ഇഷ്ടമായ കാര്യം എന്താണെന്ന് കമന്റ് ചെയ്തേക്കണേ. പിന്നെ ഇതുപോലത്തെ സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്